ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ആട്ടോ. കാരണം എന്ന് വെച്ചാൽ എന്റെ ലൈഫിൽ ഞാൻ വരുത്തിയിട്ടുള്ള ഒരു ബിഗ് ചേഞ്ച്, അല്ലെങ്കിൽ എന്റെ ലൈഫ് എനിക്ക് ഈ ഒരു ചേഞ്ച് കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വരുത്തിയിട്ടുള്ള ഒരു ചേഞ്ചിനെ പറ്റിയാട്ടോ പറയുന്നത്. പൊതുവെ നമ്മൾ എല്ലാവരും പറയാറില്ലേ, നല്ല വ്യക്തിത്വമായിരിക്കുക എന്നുള്ളത്. അപ്പൊ നല്ല പേഴ്സണാലിറ്റി ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവരുടെ കാര്യത്തിലും അല്ലേ. പൊതുവെ നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ കാണുമ്പോൾ അവർ എപ്പോഴും നല്ല അപ്പിയർ ആയിരിക്കും. അതേപോലെ തന്നെ അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കും. നമ്മൾ അങ്ങനെ നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നല്ല അപ്പിയറൻസ് ഉള്ള, നല്ല രീതിയിൽ സംസാരിക്കാനും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര, നമ്മളെല്ലാവരും പറയില്ലേ അതൊരു നല്ല ആളാട്ടോ, അല്ലെങ്കിൽ നല്ല കുട്ടിയാട്ടോ, ഇങ്ങനെ പറയില്ലേ. അങ്ങനെ കേൾക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ കേൾക്കുന്നതും, അല്ലെങ്കിൽ ആ വക കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും. കുറേ സമയം ഞാൻ ഇതിങ്ങനെ മനസ്സിലാക്കി തുടങ്ങി. കാരണം എന്റെ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്താനുണ്ട് എന്നുള്ളത്. അങ്ങനെ ഞാൻ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ പൊതുവേ ആരെങ്കിലൊക്കെ പുറത്തുനിന്ന് കണ്ട് സംസാരിക്കുക ചെയ്തു കഴിഞ്ഞാൽ ഷീസ് ഗുഡ് എന്ന് പറയുന്ന രീതിയിലെങ്കിലും എനിക്ക് അവരുടെ അടുത്തൊക്കെ സംസാരിക്കാനും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും ജിജന എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ഒരുപാട് മാറിയിട്ടുണ്ട്. പൊതുവെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ആരെയും. ഒരാള് അധികം സംസാരിക്കില്ല, അല്ലെങ്കിൽ ആൾക്ക് അധികം എല്ലാത്തിന്റെ ഇടയിൽ ചാടി കയറി ഒരുപാട് സ്മാർട്ട് ആവാൻ പറ്റുന്നില്ലെങ്കിൽ ആ വ്യക്തി ഒരു അഹങ്കാരിയോ ഒന്നുമല്ല. ആ വ്യക്തിക്ക് അതൊന്നും ചെയ്യാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തതിന്റെ കുറവാട്ടോ. ആ ഒരു ധൈര്യക്കുറവുള്ള ആൾക്കാർക്കും ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിന് വലിയൊരു ചോദ്യം തന്നെയാണ്. ഒരു ഗുഡ് പേഴ്സണാലിറ്റി ആണോ എന്ന് പുറത്തുനിന്ന് നോക്കിക്കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആ വ്യക്തിയായിട്ട് ഇഴകി ചേരുമ്പോൾ മനസ്സിലാവും. അതേപോലെ തന്നെ വേറൊരു കാറ്റഗറീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഭയങ്കര ഓവർ സ്മാർട്ട്നെസ് ആയിരിക്കും. അവര് എല്ലാ കാര്യങ്ങളും എടുത്തു ചാടി ചെയ്യുക, ഭയങ്കരമായിട്ട് സംസാരിക്കുക, എല്ലാവരുടെ ഇടയിൽ കയറുക. ഇതിനെയും ഒരു ഗുഡ് പേഴ്സണാലിറ്റി എന്ന് ആരും പറയില്ല. അതിനെയും എല്ലാവരും പറയും ഭയങ്കര ഓവർ സ്മാർട്ട് ആണ്, ഭയങ്കര കുറച്ച് ഓവർ ആലേ, ഇങ്ങനെ പറയും. അപ്പം നമ്മളും കുറച്ച് കഴിയുമ്പോൾ നമുക്കും ഒരുപാട് പേരുടെ ഇടയിൽ നമുക്കത് കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ കേട്ടു പോകും നമ്മളെ പറ്റി ആൾക്കാർ പറയുന്നത്. അതും നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കും. അപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഗുഡ് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ എല്ലാവർക്കും തൃപ്തി തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒരു തൃപ്തി തോന്നും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തന്നെ അറിയാം ഞാൻ ഒരുപാട് സംസാരിക്കാറില്ല, അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. അതൊരിക്കലും എനിക്കൊരു നല്ല കാര്യമല്ലായിരുന്നു. അതിനൊരു ചേഞ്ച് ഞാൻ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ ഈ ഓവറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തികൾക്കും അറിയാം ഞാൻ ചില സമയത്ത് ഇച്ചിരി ഓവർ ആണല്ലേ എന്നുള്ളത്. അപ്പം അവരും കേൾക്കുന്നുണ്ടാവും അവരെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളിലൊരു ചേഞ്ച്, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഒരു ചേഞ്ച് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഞാൻ എന്റെ ലൈഫിൽ വരുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആട്ടോ ഇതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ 4 പോയിന്റ്സും നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ചേഞ്ച് വരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാരക്ടറിന് തന്നെ ഒരു ചേഞ്ച് വരും കേട്ടോ. അടുത്ത പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു ക്യാരക്ടർ അല്ലെങ്കിൽ നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നമ്മൾ ശ്രമിക്കുക വേണ്ടത്. നമുക്ക് അതിനെപ്പറ്റി അറിവില്ല, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കാറ്റഗറൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ ചിന്തിക്കുക, എന്താണ് എന്റെ ക്യാരക്ടർ, അല്ലെങ്കിൽ എന്താണ് എന്റെ പേഴ്സണാലിറ്റി എന്ന് ചിന്തിക്കുക. അത് ഓരോരുത്തരും ചിന്തിക്കേണ്ട കേട്ടോ. നമ്മുടെ ലൈഫിൽ നമ്മളത് ചിന്തിക്കുകയും നമ്മൾ അതിലൊരു ചേഞ്ച് വരുത്താൻ ശ്രമിക്കുമ്പോൾ എന്ത് പ്രോബ്ലംസ് ഇടയിൽ ഉണ്ടെങ്കിലും നമ്മുടെ ഒരു ക്യാരക്ടർ കാരണം ഉണ്ടെങ്കിലുണ്ടല്ലോ അതിനൊരു വലിയ ചേഞ്ച് വരും. അത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. സൈലന്റ് ആയിട്ട് ഇരിക്കുന്നവര് പലപ്പോഴും പറയും ഞാനൊരു സൈലന്റ് ഇല്ല, ഞാൻ ഒരു ഭാഗത്ത് ഇരിക്കുന്നില്ല, എന്നെ കൊണ്ട് എന്താ പാടെന്ന് ചോദിക്കും. പക്ഷേ അവര് സംസാരിക്കേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവര് ഇപ്പം ഞാൻ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം കേട്ടോ മാറി തുടങ്ങിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹസ്ബൻഡ് വീട്ടിൽ വന്നാൽ എന്റെ വീട്ടിലുള്ള പോലെ എനിക്ക് സൈലന്റ് ആയിട്ട് ഒരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാല് എന്നെ അവിടെയും ക്യാരക്ടർ എല്ലാവരും അനലൈസ് ചെയ്യൂലേ, അഹങ്കാരിയാണെന്ന് തോന്നാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തോന്നാല്ലേ എല്ലാവർക്കും. അപ്പം എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ ചേഞ്ച് വരുത്തിയേ പറ്റുള്ളൂ, ഞാൻ സംസാരിച്ചു തുടങ്ങിയേ പറ്റുള്ളൂ, ഞാൻ എല്ലാവരുടെ അടുത്തും നല്ല ആക്റ്റീവായിട്ട് പെരുമാറിയേ പറ്റുള്ളൂ എന്നൊക്കെ. അങ്ങനെ പെരുമാറി തുടങ്ങിയപ്പോഴാണ് പലപ്പോഴും എന്നെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയ ആൾക്കാർക്ക് വരെ ഷീസ് ഓക്കെ, അവള് കുഴപ്പമില്ലാത്ത ഒരാളാണെന്ന് മനസ്സിലായി തുടങ്ങിയത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ക്യാരക്ടറെ നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യേണ്ടത് അത്യാവശ്യം കേട്ടോ. ഇതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പൊ ഈ അനലൈസ് ചെയ്യുന്നതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചേഞ്ച് വരുത്തണം കേട്ടോ. അത് എന്തൊക്കെ പോയിന്റാന്ന് പറയാം. നമ്മൾ പൊതുവെ പറയാറില്ലേ, ഒരു ഗുഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരാളായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരാളായിട്ട് നമ്മൾ കുറച്ചു നേരം എൻഗേജ് ആകുമ്പോൾ അവർക്ക് നമ്മൾ പ്രിയപ്പെട്ടവരാവണം, അല്ലെങ്കിൽ നമ്മളിൽ നിന്നും എന്തെങ്കിലും ഒരു വാല്യൂ അവർക്ക് കിട്ടണം. അപ്പോഴാണ് നമ്മൾ അവരുടെ ഉള്ളിൽ നല്ലൊരു പേഴ്സണാലിറ്റി ആവുക. നമുക്ക് അവരുടെ സംസാരിച്ചില്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ വീട്ടിലെത്തി നമ്മൾ ആശ്വസിക്കുമ്പോഴും നമ്മൾ ചെയ്തൊരു കാര്യം ഇറ്റ്സ് ഗുഡ് എന്ന് നമുക്ക് ഫീൽ ചെയ്യാം. നമ്മൾ ഒരാളെ ട്രീറ്റ് ചെയ്യുന്നതാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പെട്ടെന്ന് കണ്ട് സംസാരിക്കുകയാണെങ്കിലും, ഞാനിപ്പോൾ ഒരു റോഡ് മുതൽ ഒരാളെ കണ്ടു, ആ വ്യക്തിന്റെ അടുത്ത് ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അവരോട് സംസാരിച്ചു ചിരിച്ചു, നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത്
സമയത്ത് എന്റെ ഉള്ളിൽ ഒരു ഫീൽ ഉണ്ടാവണം, ഞാൻ ഓക്കെ ആണ്, നല്ല രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അവരുടെ മനസ്സിൽ എന്നും ഞാനൊരു സ്ഥാനം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണം. അതുപോലെ അത് കേട്ടിട്ട് പോയാൽ വ്യക്തിക്കും ആഹാ നല്ല ആളാണല്ലോ എന്ന് തോന്നണം. അതൊക്കെ ആട്ടോ ഒരു ഗുഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ എപ്പോഴും തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചില ആൾക്കാരൊക്കെ ഭയങ്കര ജാട വെച്ചൊക്കെ സംസാരിക്കും, ഭയങ്കര ഈഗോ ഒക്കെ വെച്ച് സംസാരിക്കും. അതിന് സംസാരിച്ചതിന്റെ പേരിൽ എന്താ ഒന്നും കിട്ടാൻ പോണില്ല. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആയിട്ട് ഫീൽ ചെയ്ത് നമ്മൾ പോകും. പക്ഷെ നമ്മൾ സംസാരിച്ച വ്യക്തി നമ്മളെ പറ്റി എന്താ ചിന്തിച്ചിട്ടുണ്ടാവുക, അയ്യോ എന്തൊരു ആറ്റിറ്റ്യൂഡ് അല്ലേ. അപ്പൊ നമ്മൾ ശരിക്കും നമ്മളുടെ ഉള്ളിലെ ക്യാരക്ടർ എന്താന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മളത് ചിന്തിക്കുക, വളരെ നല്ലൊരു കാര്യം കേട്ടോ. പിന്നെ പറയുന്ന പോയിന്റ് എന്ന് പറയാൻ, നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ വളരെ നല്ല ഒരു നിഷ്കളങ്കമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ഹാർട്ടിന്റെ ഉടമയായിരിക്കാനും വേണ്ടി ശ്രമിക്കുക കേട്ടോ. എപ്പോഴും നല്ല രീതിയിൽ ഹാപ്പി ആയിരിക്കുക. നമുക്ക് എന്ത് സിറ്റുവേഷൻസ് വന്നാലും എന്ത് കാര്യങ്ങൾ വന്നാലും സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ചിലപ്പം എന്തെങ്കിലും സിറ്റുവേഷനിലാണെങ്കിലും അവിടെയാണെങ്കിലും നമുക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ഉള്ളിലെ ടെൻഷൻസോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആ ഒരു ഹറിബറി കാര്യങ്ങളോ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ അറിയിച്ചാലും അവരുടെ ഭാഗത്ത് നമുക്കൊന്നും കിട്ടാനും പോണില്ല. അവരും കൂടി നമ്മൾ ടെൻഷൻ ആക്കും. ആ ഒരു സിറ്റുവേഷനെ നമ്മൾ വല്ലാത്ത രീതിയിലാക്കി കളയും നമ്മളുടെ ഹറിബറി കാരണം. അപ്പൊ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏതൊരു സിറ്റുവേഷൻസിലായാലും ഏതൊരു സമയത്തായാലും നമ്മൾ നല്ലൊരു മനസ്സോടു കൂടെ എല്ലാത്തിനെയും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു നല്ലൊരു പേഴ്സണാലിറ്റി ഉദാഹരണം കേട്ടോ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻസ് വന്നു, ആ ഫംഗ്ഷനിൽ നമ്മൾ ഓവറായി ചാടി തുള്ളി നടന്ന് ഭയങ്കര ഓവറായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും എന്തോ ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ ഇതൊരു ഓവർ സ്മാർട്ട് ആ രീതിയിലാണെങ്കിൽ അതൊരിക്കലും എല്ലാവർക്കും, നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് ആയിരിക്കും, പക്ഷെ നമ്മൾ എപ്പോഴും നമ്മുടെ ഹാപ്പിനെസ് ആണെങ്കിലും നമ്മുടെ നമ്മൾ കാണിക്കുന്നതിനായി ലൈറ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഭയങ്കര ഓവറായിട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, ഒരു ഇമോഷണലി ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ ഇമോഷൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയ രീതിയിൽ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചുറ്റുള്ള ആൾക്കാർക്കും അതൊരു വല്ലാത്ത രീതിയിൽ ഒരു സിറ്റുവേഷനിലേക്ക് എത്തും, നമ്മളും അങ്ങനെ തന്നെ എത്തും. നമ്മുടെ ഇമോഷൻസിനെയൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഇതാണ് ആദ്യം വേണ്ടുന്ന ഒരു പേഴ്സണാലിറ്റിയിൽ നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം കേട്ടോ. അത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ എപ്പോഴും എല്ലാത്തിനെയും ലൈറ്റ് ആയിട്ട് എടുക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനും വേണ്ടി ശ്രമിക്കുക. ഒരു നല്ല ഗുഡ് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ, ഏത് ടെൻഷന്റെ സിറ്റുവേഷൻസിലാണെങ്കിലും ഭയങ്കര കാമായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. എന്ത് കാര്യം നമ്മുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്കതിനെ നേരിടാം, നമുക്കതിനെ എങ്ങനെയെങ്കിലും മുന്നിൽ നിന്നും മാറ്റാം എന്നുള്ള രീതിയിൽ വളരെ കാമായിട്ടായിരിക്കും അവർ ബിഹേവ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളെല്ലാവരും കുറച്ച് മെച്യൂർഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഗുഡ് പേഴ്സണാലിറ്റി ആവും കേട്ടോ. നമ്മളൊരു പാരന്റ് ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു റെസ്പോൺസിബിലിറ്റീസിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു ക്വാളിറ്റി വരും. അതൊരു ഗുഡ് പേഴ്സണാലിറ്റിന്റെ ഒരു ക്വാളിറ്റി ആട്ടോ. കാരണം വെച്ചാൽ നമുക്കൊരു ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് കാമായിട്ട് ഡീൽ ചെയ്യുക. അത് ഇനിയിപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോഴും ഭയങ്കരമായിട്ട് ഓവർ ആക്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരൊരിക്കലും ഒരു ഗുഡ് പേഴ്സൺ, അയ്യോ അവളോട് പറയണ്ട കേട്ടോ, അല്ലെങ്കിൽ അവനോട് പറയണ്ടേ, ഇവിടെ ഭയങ്കര കച്ചറ ഉണ്ടാക്കി കളയുന്നൊക്കെ പറയില്ലേ, അങ്ങനെയല്ല, അവളോട് പറഞ്ഞു, അവള് അതിനെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് എന്ത് സിറ്റുവേഷൻസ് വന്നാലും ഭയങ്കര കാമായിട്ട് എടുക്കാനും നമ്മൾ എന്ത് കാര്യത്തിനും നമ്മൾ കാമായിട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുമ്പിൽ വഴികൾ തെളിയിട്ടോ. നമുക്ക് എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള വഴികൾ തെളിയും. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചെടുക്കേണ്ട കാര്യം, എന്ത് ടെൻഷനുള്ള കാര്യം സിറ്റുവേഷൻസ് വന്നാലും ആ സിറ്റുവേഷനെ നമ്മൾ കാമായിട്ട് ഹാൻഡിൽ ചെയ്യുക. നമ്മൾ കാമായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ എപ്പോഴും കാമായിട്ട് ഇരിക്കും. അപ്പം അവരുടെയൊക്കെ മൈൻഡിൽ എപ്പോഴും നമ്മളൊരു ഗുഡ് പേഴ്സണാലിറ്റി ആയിരിക്കും. നമുക്ക് തന്നെ സ്വന്തമായിട്ട് എനിക്ക് ഇതിന് പറ്റുന്നുണ്ടല്ലോ, ഞാനൊക്കെ കരഞ്ഞ് എന്താ പറയാ, ഒരു ചെറിയ രീതിയിലൊരു കാര്യം വന്ന കരഞ്ഞ് എന്റെ കരച്ചിൽ കണ്ടിട്ട് തന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പേടിയാവും. ദൈവമേ ഇതിന് മാത്രം കരയാനുണ്ടോ, പ്രശ്നമുണ്ടോ എന്ന് വിചാരിച്ചിട്ട്. കാരണം പിന്നീട് എനിക്ക് മാരേജ് ഒക്കെ കഴിഞ്ഞ ഒരു ലെവലിലേക്ക് എത്തിയ സമയത്ത് എനിക്ക് മനസ്സിലായി, എന്തൊരു സിറ്റുവേഷൻസ്, അത് വലിയ സിറ്റുവേഷൻസ് ആണെങ്കിൽ പോലും ഞാൻ അതിനെ മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ എടുത്തിട്ട് ഞാൻ ടെൻഷൻ കുറച്ചിട്ട് ഞാൻ അതിനെ മൂവ് ഓൺ ചെയ്തേ പറ്റുള്ളൂ. വേറെ ആരും വരില്ല നമ്മുടെ കൂടെ ഇതാകാൻ വേണ്ടി. കൂടെ നിൽക്കുന്നവരും കൂടെ നമ്മളോട് ഒന്ന് പോയി കളയാമെന്നുള്ള തിങ്കിങ്ങിലായിപ്പോവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമുക്കൊരു എന്ത് സിറ്റുവേഷൻസ് വന്നാലും നമ്മൾ കാമായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം പറയാനുള്ള എന്താണെന്നറിയോ, നമ്മൾ ഓപ്പൺ മൈൻഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പലപ്പോഴും നമ്മൾ പല സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് നമ്മൾ നോ പറയില്ല. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉൾവലിഞ്ഞിരിക്കുന്ന ഫിയർ ആയിരിക്കുന്നവർ നോ പറയില്ല. ചില ആൾക്കാർ ചെറിയ എന്ത് സിറ്റുവേഷൻസ് വന്നാലും ഭയങ്കരമായിട്ട് ഓവറായിട്ട് നമുക്ക് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരെ
ഷൗട്ട് ചെയ്ത് പറയാ. ഈ രണ്ട് കാര്യം ചെയ്ത് കഴിഞ്ഞാലും ഇപ്പൊ ഓപ്പൺ മൈൻഡാന്ന് വെച്ചിട്ട് നമ്മളെല്ലാം നമുക്ക് ഇഷ്ടമുള്ള പോലെ സംസാരിക്കുകയാണെങ്കിലും അവിടെ ഒരു നല്ലൊരു ക്യാരക്ടർ ആവില്ല. ഓപ്പൺ മൈൻഡ് മീൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരാള് ഭാഗത്തു നിന്ന് ഒരു ഹേർട്ട് ആയെന്ന് വിചാരിക്കുക, ആ ഹേർട്ടായ ഒരു കാര്യം ആ വ്യക്തിയോട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക, ആ വ്യക്തിയോട് നമ്മൾ കാര്യങ്ങൾ പറയാ, എനിക്ക് ഇങ്ങനെ ഹേർട്ട് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ആ വ്യക്തി നമുക്ക് ക്ലിയർ ചെയ്ത് തരും എന്താ കാര്യം എന്നുള്ളത്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിയുമ്പോൾ അത് ക്ലിയർ ആവും. എന്ത് സിറ്റുവേഷൻസ് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് ഒരാളോട് പറയാം, അത് നമ്മളുടെ ഇഷ്ടക്കുറവ് എന്താണെന്നുള്ള ഒരു കാര്യം നമ്മൾ ഓപ്പൺ മൈൻഡ് ആയിട്ട് പറയാം. അതിന് നമ്മൾ പറയുന്നതിന് ഒരു വേ ഉണ്ട്, നമ്മൾ ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. ആ രീതിയിൽ സംസാരിച്ച് നമുക്ക് എന്ത് കാര്യം തുറന്ന് പറയാം കേട്ടോ. നമ്മളെല്ലാം ഇങ്ങനെ ഉള്ളിൽ വെച്ച് ഇരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ ഈ ഉള്ളിൽ വെച്ച കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് തന്നെയായിരിക്കും നമ്മൾ പിന്നീട് അവരായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചൊക്കെ വരിക. ആ സമയത്ത് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്യാരക്ടർ മാറിപ്പോണം നമുക്ക് തന്നെ അറിയില്ല. അത് നമ്മളെ ഫീൽ ചെയ്യുന്ന നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓപ്പൺ മൈൻഡ് ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ കാര്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കുക. ഞാൻ പലപ്പോഴും എല്ലാ കാര്യങ്ങളും ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരാളാട്ടോ. എന്ത് വേദനിച്ചാലും എനിക്കിപ്പോ ഒരു സന്തോഷമാണെങ്കിലും എല്ലാം ഉള്ളിൽ ഒതുക്കി അങ്ങനെ പോകുന്ന ഒരാളായിരുന്നു കേട്ടോ. പിന്നീട് എനിക്ക് മനസ്സിലായത്, പിന്നീട് എനിക്ക് അതൊരു ഫ്രസ്ട്രേറ്റഡ് ആയി എന്റെ ക്യാരക്ടർ തന്നെ ഒരു ചേഞ്ച് വന്ന് തുടങ്ങി എന്ന് മനസ്സിലായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇങ്ങനത്തെ കാര്യമില്ല, ആ ഒരു കാര്യത്തിന് ഡയറക്റ്റ് അങ്ങോട്ട് പറയാം എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ആയിട്ടുണ്ടെന്ന്. അത് അതോടെ അവിടെ തീരും കേട്ടോ. പിന്നീട് അത് സംസാരിക്കാൻ തുടങ്ങി, എനിക്കിത് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ വിഷമായി എന്ന് പറയുമ്പോൾ ആണോ ഞാനിത് ഇങ്ങനെയാണല്ലോ ഈ ഉദ്ദേശിച്ചാണല്ലോ സംസാരിച്ചതെന്ന് അവർ പറയുമ്പോൾ അത് അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞതാണ് തീർന്നു. ആ ഒരു സംഭവം അത് അവിടെ തീർന്നു. അല്ലാതെ നമ്മൾ പിന്നെയും നമ്മുടെ കാര്യങ്ങൾ മനസ്സിൽ തന്നെ വെച്ചിരിക്കുമ്പോൾ അത് ഈഗോ ആവാനും ഒരുപാട് രീതിയിൽ ഒരു വൈകൃതമാവാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ ഒരുപാട് വൈകൃതമായിട്ടുള്ള ചിന്തകളിലേക്ക് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഓപ്പൺ മൈൻഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി സെക്കൻഡ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് അറിയോ, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും വേണ്ടിയിട്ട് എപ്പോഴും ഒരു മുൻതൂക്കം കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അത് നമ്മളുടെ മുതിർന്നവരാണെങ്കിലും നമ്മളിൽ ചെറിയവരാണെങ്കിലും നമ്മളെ ലൈഫിൽ ആരായാലും. ഇപ്പം പൊതുവേ ഉള്ള ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയയുടെ ഡെലിവറിനെ സംബന്ധിച്ചിട്ട്. പക്ഷെ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും അതിലെപ്പോഴും മഹാന എന്ന് പറയുന്ന വ്യക്തിക്ക് എപ്പോഴും ഒരു സ്ഥാനം ഉണ്ടാവും. ഞാൻ ആ കുട്ടിയിൽ കണ്ടത്, ആ കുട്ടി ഭയങ്കര ലവിങ് കെയറിങ് ആണ് എല്ലാവരുടെ അടുത്തും. വീട്ടിലെ പാരന്റ്സിന്റെ അടുത്താലും ആ വ്യക്തിയുടെ സിസ്റ്റേഴ്സിന്റെ അടുത്താലും പുറമെ ആയാലും ഒക്കെ ആ കുട്ടി ഭയങ്കര ലവ് ആൻഡ് കെയറിങ് ആണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ പേഴ്സണാലിറ്റി എപ്പോഴും ഒരു എടുത്ത് പറയത്തക്കുള്ള ഒരാളാണ്. ആ വ്യക്തിയുടെ ആക്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല, ആ വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അല്ലേ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ലവ് ആൻഡ് കെയർ ആട്ടോ. നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ലവ് ആൻഡ് കെയറിങ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അത് എല്ലാവർക്കും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ എല്ലാവരിലും ഉണ്ടാവില്ല. നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം, ഒരുവിധ ആൾക്കാരൊക്കെ നമ്മൾ സ്വയം സ്നേഹിക്കുക ചെയ്യുക. സ്വയം സ്നേഹിക്കുകയാണ് അവരുടെ പ്രയോറിറ്റി എപ്പോഴും സ്വയം ആയിരിക്കും. ഞാനൊരു ഫോർ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മള് വീട്ടിലേക്ക് ഒരു ജോലിക്കാരിയെ വെച്ചു. ആ ജോലിക്കാരിയെ വെച്ചിട്ടുണ്ടാവും, പക്ഷെ ആ ചേച്ചിയുടെ ആവശ്യമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരിക എന്നുള്ളത്. കിച്ചണിലാണെങ്കിലും തുടക്കുന്നയാലും എന്തായാലും. ചില വ്യക്തികൾ ഇങ്ങനെ ഇരിക്കും, ഇപ്പൊ ചായ കപ്പൊക്കെ കൊണ്ടുകൊടുത്തിട്ടുണ്ട് അതൊക്കെ അത് അവിടെ തന്നെ വെച്ച് ഇങ്ങനെ ഇരിക്കും. കാരണം അങ്ങനെ ഒരു ചേച്ചി ഉണ്ട്, അത് ആ ചേച്ചിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് ചേച്ചി എടുത്തു കൊണ്ടുപോയി കഴുകുക എന്നുള്ളത്. ഈ വീട്ടിലെ എല്ലാ കാര്യവും ആ ചേച്ചി നോക്കുന്നുണ്ടാവും. അപ്പം ആ ഒരു കപ്പൊക്കെ നമ്മൾ എടുത്തുകൊണ്ടുപോയി കഴുകിയതിന്റെ പേരിൽ ഒന്നും ആവില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഒരുപാട് താണതാണെങ്കിലും നമ്മൾ ഒരുപാട് ഉയർന്നതാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ആ ഒരു കെയറിങ് അല്ലെങ്കിൽ ആ ഒരു ലവ് ഉണ്ടാവണം. നമ്മൾ പൈസ കൊടുത്ത് ആക്കിയതാണ് അവരത് ചെയ്യട്ടെ എന്നുള്ളൊരു തോന്നലുണ്ടോ, അത് നിങ്ങളുടെ നല്ലൊരു പേഴ്സണാലിറ്റി അല്ല, നല്ലൊരു ക്യാരക്ടർ അല്ല. നമ്മളെ കഴിയാവുന്നത്രയും നമ്മൾ അവരെ സഹായിക്കുക, നമ്മൾ അവർക്ക് മാസം പൈസയും കൊടുക്കുന്നുണ്ടാവും. പക്ഷേ അത് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ആണ്. എന്നെ കൊണ്ടൊന്നും അല്ലെങ്കിൽ പലപ്പോഴും പണ്ടേ ഈ ഒരു സംഭവം എന്റെ ലൈഫിൽ ഉള്ളതാട്ടോ. എനിക്കതിവിടെ തുറന്നു പറയുന്നോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ആര് ബുദ്ധിമുട്ടുന്ന കണ്ടാലും അല്ലെങ്കിൽ ആര് പ്രയാസപ്പെടുന്ന കണ്ടു കഴിഞ്ഞാലും ആ വ്യക്തി അത് ചെയ്തോട്ടെ, അത് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മാറി നിൽക്കാറില്ല. പലപ്പോഴും ഞാൻ അതിൽ യൂസ്ഡ് ആണ്. ഞാൻ അവരുടെ കൂടെ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ആ ഒരു ചേഞ്ച് എന്നിൽ വരുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പൊതുവെ ഞാൻ പറയില്ല, ഒരു ഗുഡ് പേഴ്സണാലിറ്റി ആവാൻ എന്തൊക്കെ വേണം എന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പല ക്യാരക്ടേഴ്സിനെയും നോക്കിയിട്ട്. അപ്പൊ ആ ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു വലിയൊരു കാര്യമാണ് ലവ് ആൻഡ് കെയറിങ്. അത് ലൈഫിൽ വേണം എന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു ഓട്ടോയിൽ പോവാണ്. ഓട്ടോയിൽ പോണ സമയത്ത് ആ
ഏട്ടൻ ഓട്ടോ ഓടിച്ചു, നമ്മളൊരു സ്ഥലത്ത് എത്തിച്ച്. നമ്മൾ അവർക്ക് ചില ആൾക്കാർ ബാർഗെയിൻ ചെയ്യുന്നതാണ് പൈസക്ക്, അല്ലെങ്കിൽ ചില ആൾക്കാർ പൈസ വളരെ രീതിയിൽ പൈസ കൊടുത്തിട്ട് പോകുന്നുണ്ടാവും, കഴിഞ്ഞു പോകുന്നുണ്ടാവും. അവരടുത്തൊരു താങ്ക്സ് പറയേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ചോദിക്കും, ഈ താങ്ക്സ് പറയേണ്ട ആവശ്യം എന്താന്നുള്ളത്. നമ്മൾ പൈസ കൊടുത്ത് വന്നതല്ലേ, നമ്മൾ വിളിച്ചിട്ട് അവരുടെ ജോലിയല്ലേ അത്. ഒരിക്കലല്ലോ കേട്ടോ, അവർ നമ്മൾ അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നമ്മൾ താങ്ക്സ് പറയാന്നുള്ളത് അത്യാവശ്യമാണ്. ഇനി ഇൻ കേസ് മഴ പെയ്യുന്ന സമയത്തൊക്കെ രണ്ട് ഭാഗത്തും ഇങ്ങനെ താത്തിയിട്ടില്ലേ, ആ സമയത്ത് ഈ ഒരു സൈഡിൽ അവർ പൊതുവെ എല്ലാവർക്കും ഇടാറില്ല. പലപ്പോഴും ചില ആൾക്കാർ പറയും ഗ്ലാസ് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് പാറുമ്പോ എന്നുള്ളത്. അപ്പൊ പലപ്പോഴും അങ്ങനെ താത്തിയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നനയുമ്പോഴും ഞാൻ ഒരിക്കലും അവര് താത്തണോ മോളോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വേണ്ട, കുഴപ്പമില്ല. അത് എനിക്ക് കുഴപ്പമില്ലാഞ്ഞിട്ടല്ല, ഞാൻ താത്തണ്ടെന്ന് പറയും. കാരണം അത് അവർക്ക് ഓടിക്കാനുള്ള ഒരു, നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഒരു നല്ലൊരു കാര്യമാണ്. കാരണം അവര് അത്രയും ബുദ്ധിമുട്ടിയാണ് മഴയത്തൊക്കെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്കറിയാം, നമ്മൾ ആ ഒരു ഷെൽട്ടറിന്റെ അകത്താണ്, സൈഡ് ഭാഗത്ത് നിന്നൊക്കെ ചിലപ്പോൾ വെള്ളം വരുന്നുണ്ടാവും. ഇറ്റ്സ് ഓക്കെ. അതിൽ ഞാൻ പൈസ കൊടുത്ത് കയറുന്നുണ്ടല്ലോ, എന്റെ ഒരു കാര്യം എന്ന് മാത്രം നമ്മൾ ചിന്തിക്കരുത്. അവരുടെ ഒരു ഭാഗം കൂടെ ചിന്തിക്കാം. നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു ഭാഗം കൂടെ ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതൊരു നല്ല പേഴ്സണാലിറ്റി ആട്ടോ. പിന്നെ പലപ്പോഴും റിലേഷൻഷിപ്പിന്റെ ഒക്കെ ഇടയിൽ പലപ്പോഴും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ക്യാരക്ടറിന്റെ ഒരു കുറവ് കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്നറിയോ, ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമ്മളുടെ ഒരു നല്ല പേഴ്സണാലിറ്റി ആണെങ്കിൽ നമുക്ക് എല്ലാം സംസാരിച്ച് തീർക്കാനും ചെയ്യാനും പറ്റൂ കേട്ടോ. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ലവ് ആൻഡ് സപ്പോർട്ട് പറയുന്നതിന്റെ കൂടെ തന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ഏതൊരു വ്യക്തിയടുത്താണെങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നിയിട്ടുണ്ടെങ്കിലും അവരടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാട്ടോ. ക്വസ്റ്റ്യൻ ചെയ്യാൻ മീൻസ് എന്താ അങ്ങനെ, അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താ അങ്ങനെ, എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊരു നല്ല പേഴ്സണാലിറ്റി ആണ്. കാരണം പല കാര്യങ്ങളും നമ്മൾ ചോദിക്കാത്തതിന്റെ പേരിലായിരിക്കാം നമുക്ക് ചിലപ്പോൾ ആൻസർ കിട്ടാത്തത്. അപ്പം നമ്മൾ ആ ഒരു കാര്യം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ഭയങ്കര പൊളൈറ്റ് ആയിട്ട് അവരടുത്ത് ചോദിച്ചിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, നമ്മൾ എപ്പോഴും മറ്റുള്ളവര് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക്, നമ്മുടെ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം നമ്മുടെ ചുറ്റും ഉണ്ടാവുക, നമ്മുടെ പാരന്റ്സ് ആയിരിക്കാം, നമ്മുടെ കൊളീഗ്സ് ആയിരിക്കാം, എന്തായിക്കോട്ടെ, അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലൈഫിൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടെന്ന് കാണുമ്പോൾ നമ്മൾ അനങ്ങാണ്ട് ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ സിറ്റുവേഷൻ ഇതാണ്, എന്നെ കൊണ്ട് ഇതേ പറ്റൂ. ഇപ്പൊ ചില സിറ്റുവേഷൻസിൽ എനിക്ക് ഒരുപാട് വർക്ക് ഉണ്ടാവും. ഞാൻ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അപ്പുറത്തിരിക്കുന്ന വ്യക്തിക്ക് ഒരുപാട് വർക്ക് ഉണ്ട്. പക്ഷെ അത് എന്താ ചെയ്യേണ്ടത് തിരിച്ചറിയാത്ത ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ എനിക്കിവിടെ ഒരുപാട് വർക്ക് ഉണ്ട്, എന്റെ വർക്ക് തീർക്കണം എന്നുള്ളത് എപ്പോഴും ഒരു സെൽഫിഷ്നെസ് ആട്ടോ. അതിന്റെ കൂടെ നമുക്ക് അറിയാം, നമുക്ക് ഒരുപാട് ചെയ്യാണ്ടെങ്കിലും ആ വ്യക്തി ഒന്നും ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്ന് ഗൈഡ് ചെയ്യാനും ശ്രമിക്കുന്നത് വളരെ നല്ലൊരു കാര്യം കേട്ടോ. അതേപോലെ ഒരു നല്ല പേഴ്സണാലിറ്റി ആണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ പൊതുവെ മറ്റുള്ളവരെ സഹായിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം കാണിക്കുക. ഇങ്ങോട്ട് സഹായങ്ങൾ അധികം ആഗ്രഹിക്കില്ല. അത് അഹങ്കാരമല്ല കേട്ടോ. കാരണം എനിക്ക് എന്റെ കാര്യം ചെയ്യാൻ ഓക്കെ ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റത്താണെങ്കിൽ ഞാൻ മസ്റ്റ് ആയിട്ട് പോയിട്ട് ചോദിക്കും, എനിക്കിത് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളത്. അതൊരു വലിയ പേഴ്സണാലിറ്റി ക്വാളിറ്റി ആട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്കത് പറ്റുന്നില്ല, എനിക്കിത് അറിയില്ല എന്നുള്ളത്. പലർക്കും എനിക്കിത് അറിയില്ല എന്ന് പറയാൻ ഭയങ്കര ചമ്മലായിരിക്കും. അല്ലെങ്കിൽ എനിക്കിത് അറിയില്ല എന്നൊക്കെ പറയാൻ ഭയങ്കര നാണക്കേടാ. എനിക്ക് മുമ്പൊക്കെ തോന്നിയിട്ട് ഇത് അറിയില്ല ഞാൻ എങ്ങനെ പറയുന്നത്. ഇപ്പം എനിക്ക് ഇത് അറിയില്ല, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് അറിയില്ല, അല്ലെങ്കിൽ ഒരു കാര്യം അറിയില്ല എന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. ഇതെങ്ങനെയൊന്ന് ചെയ്യാന്ന് പറഞ്ഞുതരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ ഒരു മടിയില്ല. പക്ഷേ നമ്മൾ ഓക്കെ ആണ്, നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ ഒരാൾ ഓവറായിട്ട് സഹായിക്കാൻ വരുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അതും എനിക്ക് തോന്നുന്ന ഒരു ഗുഡ് പേഴ്സണാലിറ്റിക്ക് പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ വെറുതെ ഓഫേഴ്സ് വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ ഓക്കെ ആണ്, നമുക്കിത് നമുക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നീ തന്നെ ചെയ്യണം. ഇൻഡിപെൻഡന്റ് ആയിട്ട് നീ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതൊരു ഗുഡ് ക്വാളിറ്റി ആട്ടോ. ഒരു പേഴ്സൺ എന്ന നിലയിൽ ഒരു ഗുഡ് ക്വാളിറ്റിയാണ്. നീ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പറ്റാത്തത് ക്വസ്റ്റ്യൻ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ചുറ്റുമുള്ള പറ്റാതിരിക്കുന്ന ആൾക്കാരെ അവർക്ക് സഹായം ചെയ്യാനും അതേപോലെ ഒരു സപ്പോർട്ട് ചെയ്യാനും അവർക്ക് ഗൈഡ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. ഇതൊരു നല്ലൊരു പേഴ്സണാലിറ്റിയുടെ ക്വാളിറ്റി ആട്ടോ. കോൺഫിഡൻസ് ഇൻ യുവർ പേഴ്സണാലിറ്റി. നമ്മൾ പേഴ്സണാലിറ്റിയിൽ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഇതാട്ടോ എനിക്ക് പറയാനുള്ള മൂന്നാമത്തെ പോയിന്റ് എന്നുള്ളത്. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിനെ മറ്റുള്ളവർ നോക്കി കാണുമ്പോൾ. ഈ ഒരു കോൺഫിഡൻസോടുകൂടെ ഒരു കാര്യം സംസാരിക്കാനും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനും, എന്തൊരു കാര്യം ചെയ്യുമ്പോൾ വളരെ കോൺഫിഡൻസോടുകൂടെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗുഡ് പേഴ്സണാലിറ്റി, ഗുഡ് ക്യാരക്ടർ ഉള്ള ഒരാളാണ്. നമ്മൾ എല്ലാത്തിനും തപ്പി പിടിച്ച് അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനോടുകൂടെ ഫിയറോടുകൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ എല്ലാവരും നോക്കിക്കാണുന്നത് ഒട്ടും ഒരു സ്ഥിരതയില്ലാത്തൊരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഒട്ടും ഒരു ധൈര്യമില്ലാത്തൊരു ക്യാരക്ടർ, ഇങ്ങനെയൊക്കെ രീതിയിൽ മാത്രമേ നമ്മളെ നോക്കിക്കാണുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ഭയങ്കര ഫിയർ ആയിട്ട് ഒരു കാര്യവും ചെയ്യാതെ എല്ലാത്തിനും ബാക്കിലേക്ക് നിന്നിട്ടുള്ള ഒരു വ്യക്തി മാത്രം. എവിടെയും ആരും കണ്ടിട്ടില്ല. ഇപ്പൊ കൂടെ ഈ ഒരു യൂട്യൂബ് ചാനൽ കണ്ടില്ല എന്റെ
റിലേറ്റീവ്സ് ആയിക്കോട്ടെ, എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ചോദിക്കുന്നത്, നീ ഇങ്ങനെ സംസാരിക്കോ, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ, നിനക്ക് ഇങ്ങനെയൊക്കെ അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും. അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട്, ഞാൻ എന്ന് പറയുന്ന വ്യക്തിനെ ഞാൻ ഒരിക്കലും ആരുടെ മുമ്പിൽ കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസിലായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു, സംസാരിക്കാൻ വരെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ആ ഒരു സിറ്റുവേഷൻസിലും ഞാനിപ്പം എന്നിൽ മാറ്റിയ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ആരെടുത്തും ആരും എന്ത് ചോദിക്കുമ്പോഴും ഞാൻ അത് കോൺഫിഡൻസോടുകൂടെ സംസാരിക്കാൻ ശ്രമിച്ചു. എന്താണെന്നറിയോ, എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം, എപ്പോഴും എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, എനിക്കിത് അറിയോ എന്നൊക്കെ ഒരു പേടിയായിരുന്നു കേട്ടോ. ഇപ്പൊ എനിക്കറിയാം, എനിക്കിത് അറിയില്ലെങ്കിലും എനിക്ക് അറിയില്ല എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. എനിക്കിത് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്കിത് സംസാരിക്കാൻ അറിയില്ല എന്ന് എനിക്ക് മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ഒരു നാണക്കേട് ഫീൽ ഇല്ല. പക്ഷെ ഞാൻ അറിയില്ല എന്ന് പറയുമ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ഓക്കെ ഓക്കെ എന്താന്ന് വെച്ചാൽ പറയാം എന്നുള്ള രീതിയിലാട്ടോ അവര് ബിഹേവ് ചെയ്യുക. ഇന്നത്തെ മനുഷ്യന്മാർക്ക് ഒരുപാട് മാറി. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ എന്തെങ്കിലും അറിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഭയങ്കര പരിഹസിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ മാറിപ്പോയി. അതുകൊണ്ട് കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് പറയാട്ടോ, എനിക്കിത് പറ്റില്ല, എനിക്കിത് അറിയില്ല എന്നുള്ളത്. അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാത്തൊരു കാര്യത്തിൽ നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ അറിയുന്നില്ല എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, പിന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയും ഇല്ല. കാരണം നമ്മൾ ഇല്ലായ്മ, അല്ലെങ്കിൽ നമ്മൾ അറിവില്ലായ്മയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് കോൺഫിഡൻസ് ഇല്ലായ്മയാണ്, നമുക്ക് അവിടെ എന്ത് സംസാരിക്കാലോ. അതിന് ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ റിമി ടോമി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഷാരൂഖ് ഖാന്റെ അടുത്തും ദീപികയുടെ ആ ഒരു ഇന്റർവ്യൂവിൽ സംസാരിച്ചിട്ടുള്ള ആ ഒരു ടോക്ക് എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോഴും അവര് രണ്ടുപേരും, ഷാരൂഖ് ഖാൻ ദീപിക, അവര് രണ്ടുപേരും ഇപ്പോഴും ഞാൻ വിചാരിക്കും ഇത്രയും നല്ലൊരു ഹാർട്ടുള്ള വ്യക്തികൾ വേറെ ഉണ്ടാവില്ല എന്ന്. കാരണം നമ്മുടെ റിമി എന്ത് പറഞ്ഞപ്പോഴും അതിനെ അവർ അത്രയേറെ ഹൃദയത്തിൽ എടുത്തിട്ടാണ് അതിനുള്ള തിരിച്ച് ഒരു ഒന്നുമില്ല, അത്രയും നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്യാറുണ്ട്. എനിക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇത്രയും ഇന്നസെന്റ് ആയിട്ട് നിന്നാൽ അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ നോക്കിക്കാണുന്ന വ്യക്തി നമ്മളെ പരിഹസിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കാഴ്ചപ്പാടിന്റെ തെറ്റല്ല, അത് അവരുടെ കാഴ്ചപ്പാടിന്റെ തെറ്റാണ്. നമ്മൾ ശരിയാണ്, നമ്മൾക്ക് എന്താണ് കോൺഫിഡൻസ്, ആ രീതിയിൽ നമുക്ക് ബിഹേവ് ചെയ്യാം മറ്റുള്ളവർ. ഇതിലിപ്പോ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ നമുക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളെ പറ്റിയും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, മറ്റുള്ളവരെ പറ്റിയും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഞാൻ ഇങ്ങനെ കൊള്ളില്ല, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും എഡ്യൂക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ ഇത്രയും ബ്യൂട്ടി ഇല്ല എന്നുള്ള രീതിയിൽ എപ്പോഴും ഒരു പോസിറ്റീവ് അല്ലാത്ത നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ആണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറയും എന്തൊരു സിറ്റുവേഷൻസ് വന്നാലും. അതേപോലെ നിങ്ങൾക്ക് പുറത്ത് നിൽക്കുന്ന വ്യക്തികളുടെ, നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളെയും നിങ്ങൾ എപ്പോഴും അഹങ്കാരിയാ, അല്ലെങ്കിൽ അവൾ അങ്ങനെയാ, അല്ലെങ്കിൽ അവൾ ഇങ്ങനെയാ, അങ്ങനെ തിങ്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങളൊരു നല്ലൊരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല ഒരു പേഴ്സണാലിറ്റിയിൽ. നിങ്ങൾക്കൊരു നല്ല പേഴ്സണാലിറ്റി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ പറ്റിയും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ പറ്റി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. ഒരു കാര്യം പറയട്ടോ, എന്റെ ലൈഫിൽ ഒരുപാട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് കേൾക്കേണ്ടി വരും കേട്ടോ. അപ്പൊ നമ്മുടെ റിലേറ്റീവ്സ് നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സ് നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നിന്നായിരിക്കാം, ആരെങ്കിലും ആയിരിക്കാം. അപ്പം ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു എന്ന് ഞാൻ പറയും. പക്ഷേ അതേ സമയത്ത് തന്നെ ഞാൻ പറയും ഇത് എന്റെ തിങ്കിങ് ആണ്, കാരണം ആ വ്യക്തി പറഞ്ഞത് എന്നെ ഹേർട്ട് ചെയ്തു. ഒരു പക്ഷേ ആ വ്യക്തി സംസാരിക്കാൻ വിചാരിച്ചത് ഈ ഒരു ടോണിലോ ഈ ഒരു രീതിയിലോ ആയിരിക്കില്ല. ആ വ്യക്തി വേറൊരു ടോണിലോ വേറൊരു ചിന്തയിലോ ആയിരിക്കാം സംസാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു. പക്ഷെ ഞാൻ ഒരിക്കലും അതിനെ വിഷമിക്കുന്നില്ല, അല്ലെങ്കിൽ ആ വ്യക്തി ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇത് എന്റെ ഭാഗത്തുള്ള എന്റെ ചിന്തയാണ്, എന്റെ ചിന്തയിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ്. അതിന് ഞാൻ എടുത്തു കളയണമെങ്കിൽ എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ ഹസ്ബൻഡ്. ആ വ്യക്തിയോട് അതേ സമയത്ത് തന്നെ ഞാൻ പറയാറുണ്ട്, ഞാൻ തിങ്ക് ചെയ്ത പോലെ എന്റെ ശരികളായിരിക്കില്ല ഓപ്പോസിറ്റ് പറഞ്ഞ വ്യക്തിയുടെ ശരി. അപ്പം ഞാൻ ആ ഭാഗത്തെയും കൂടെ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ പോലും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ആരോടെങ്കിലും പറയണല്ലോ, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ചിന്തയിലെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും, നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും പോസിറ്റീവ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നതെന്ന് ശ്രമിക്കാട്ടോ. നമുക്ക് ചുറ്റും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് നമുക്ക് അസൂയും കുശുമ്പും ദേഷ്യമൊക്കെ തോന്നിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ അത് എന്തായാലും റിഫ്ലക്ട് ചെയ്യൂട്ടോ. നിങ്ങൾ വിചാരിക്കും അത് റിഫ്ലക്ട് ചെയ്യില്ലാന്ന്, ചെയ്യും. നമ്മുടെ പേഴ്സണാലിറ്റി അത് വല്ലാതെ ബാധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ പറ്റിയിട്ടും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ പറ്റിയിട്ടും എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
ഇനി ഇതിനോടൊപ്പം തന്നെ പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർ കാണിച്ചെടുക്കുന്നത് നിങ്ങളുടെ ഒരു ട്രൂ സെൽഫ് ആയിരിക്കണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ അത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. പലരും ഷോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. നമ്മളൊരു വ്യക്തി കയറി വരുന്ന സമയത്ത് ചായ വേണോ, വെള്ളം വേണോ, ചോറ് വേണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അവർ പോയിട്ട് അവർ ചിലപ്പോൾ അത് കഴിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓ എല്ലാം തിന്നു തീർത്തിട്ട് പോയി എന്ന് ചിന്തിക്കുന്ന ഒരു മൈൻഡ് ആണെങ്കിൽ അതൊരു നല്ല പേഴ്സണാലിറ്റി അല്ല കേട്ടോ. ഇനി നമ്മളൊരു വ്യക്തിയെ റോഡിൽ നിന്ന് കണ്ടു, ആ വ്യക്തി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ വ്യക്തിയെ സഹായിച്ചിട്ട് നമ്മുടെ ആ ചിലപ്പോൾ ഒരു പ്രായമായ വ്യക്തിയാണെങ്കിൽ നമ്മുടെ ആ കൈ നമ്മൾ കഴുകുക, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആലോചന നമ്മുടെ മൈൻഡിൽ ഫീൽ ചെയ്യുക, അങ്ങനെയാണെങ്കിലും അതൊരിക്കലും ഒരു ഗുഡ് പേഴ്സണാലിറ്റി അല്ല, അതൊരു ഷോപ്പ് മാത്രമാണ്. നിങ്ങൾ എന്താണോ, ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ പോവാ, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോവാണെങ്കിലും ആരും ഒന്നും പറയാൻ പോണില്ല. പക്ഷെ ഷോപ്പ് കാണിക്കാതിരിക്കുക. നിങ്ങൾ ഷോപ്പ് എത്ര നിങ്ങൾ ഷോപ്പ് കാണിക്കുന്നോ, നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തികളോട് നിങ്ങൾ ഒരുപാട് ഷോപ്പ് കാണിച്ചാൽ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ക്യാരക്ടർ മറ്റുള്ളവർക്ക് മനസ്സിലാവും. ആ ഒരു ട്രൂ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നമ്മുടെ മുഖം നമ്മുടെ കണ്ണാടിയിലേക്ക് കാണുന്ന പോലെ നമ്മൾ എപ്പോഴും പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മളെ ക്യാരക്ടർ അവർക്ക് പെട്ടെന്ന് പിടികിട്ടും. നമ്മൾ വിചാരിക്കും നമ്മൾ ഇങ്ങനെ ഷോ കാണിച്ചാൽ അല്ല അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല. ഏതെല്ലോ സിറ്റുവേഷൻസിൽ സംസാരിക്കുന്നതിലിടയിലോ എങ്ങനെയൊക്കെയെങ്കിലും നമ്മുടെ ക്യാരക്ടർ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുക, നമ്മളെ സെൽഫ് എപ്പോഴും ട്രൂ ആയിട്ട് തന്നെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ പോയിന്റ് ഒക്കെ ചിന്തിച്ച് നിങ്ങളുടെ സെൽഫിന് ഒരു ചേഞ്ച് വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫിനെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ ഒരു മടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും പ്യുവർ ആയിരിക്കും, അത്രയും ഇന്നസെന്റ് ആയിരിക്കും നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ അത് തന്നെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ കാണാൻ കൊള്ളില്ലേ, അങ്ങനെ തന്നെ. നിങ്ങൾക്ക് പണം ഇല്ലേ, അങ്ങനെ തന്നെ. അതിന്റെ പ്രശ്നം എന്താ, നിങ്ങൾക്ക് പണം ഇല്ലാന്ന് ചോദിച്ചിട്ട് അവരാരും ഫേസ് ടു ഫേസ് നിങ്ങളുടെ ഒന്നും പറയാൻ പോണില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റി ചിലപ്പോൾ നിങ്ങളെ കൂടെ കൂട്ടില്ലായിരിക്കാം, നിങ്ങളെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരിക്കാം. അങ്ങനെ പറഞ്ഞതോ കൂടെ കൂട്ടിയില്ലെങ്കിൽ കൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. എൻ്റെ മോളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ചില സമയത്ത് സ്കൂൾ കഴിഞ്ഞിട്ട് വരുമ്പോൾ പറയും അമ്മ എന്നെ ഇന്ന് ആരും കളിക്കാൻ കൂട്ടിയില്ല എന്നൊക്കെ. അപ്പൊ അവളും എന്നെ പോലെ ഭയങ്കര, എനിക്ക് എന്റെ കുട്ടിക്കാലം തന്നെ ഓർമ്മ വരും കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉൾവലിഞ്ഞൊരു ക്യാരക്ടറാണ്, പെട്ടെന്ന് ചാടിക്കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയും സാരില്ല, ആരെ കൂടെ കളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം അങ്ങനെ ചിന്തിച്ചാൽ മതി, നമുക്ക് ആരുമില്ലേ, ആരും കളിക്കുന്നില്ലേ, ഇറ്റ്സ് ഓക്കെ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്യാം. മറ്റുള്ളവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതാണെങ്കിലും അതിലിങ്ങനെ പ്യുവർ ആയിട്ട് കൊണ്ടുപോകാനും അതിലൊരു നല്ലൊരു സോൾ ഉണ്ടാവാനും വേണ്ടി ശ്രമിക്കാം. ഇനി എനിക്ക് ലാസ്റ്റ് ആയിട്ട് ഫോർത്ത് പോയിന്റ് പറയാൻ എന്താ, ഡെവലപ്പിംഗ് യുവർ ഇൻട്രസ്റ്റ്. നിങ്ങളുടെ ഇൻട്രസ്റ്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പലപ്പോഴും ജീവിതത്തിന്റെ ഒരു ഗതിയിലേക്ക് എത്തി, അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ ഒരു ഏജിൽ എത്തി, അല്ലെങ്കിൽ നമ്മളൊക്കെ ഭയങ്കര കുടുംബവും പ്രാരാബ്ദമൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടേതായ കുറെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ടാവും. പൊതുവേ നിങ്ങളൊരു നല്ല പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ പൊതുവേ നിങ്ങളിപ്പോ നമ്മളെ പൊതുവേ കാണുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ആയിരിക്കും. ചിലപ്പം ആക്ടേഴ്സ് ആയിരിക്കാം, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്താൽ അറിയാം അവർക്ക് കുടുംബവും ഉണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് അവരുടേതായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സമയവും ഉണ്ട്. അവർക്ക് എല്ലാവരുടെ ലൈഫിലും അവരുടെ ഇൻട്രസ്റ്റ് നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇപ്പം 2K ജനറേഷന്റെ വീഡിയോസിൽ കാണാലോ, കുട്ടികൾക്ക് ഒരു ഐസ്ക്രീം ഉണ്ടെങ്കിൽ എനിക്കും ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞ് കഴിക്കുന്ന, ഇറ്റ്സ് ഗുഡ്. ഞാൻ ഒരിക്കലും അതിനെ ബാഡ് എന്ന് പറയില്ല. കാരണം എൻ്റെ അമ്മ പണ്ട് ഞാൻ കാണാറുണ്ട്, ഞങ്ങൾക്ക് മേടിച്ചു തന്നാല് അമ്മയ്ക്ക് മേടിക്കില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ ഒരു ലൈഫാട്ടോ, ക്യാഷ് ഒക്കെ അത്രേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ടൊന്നും ചിന്തിക്കാറില്ല. പക്ഷെ ഇപ്പം ഈ ഒരു പ്രായത്തിലെത്തിയേക്കുമ്പോൾ അവിടെയൊക്കെ ആ ഒരു കാലഘട്ടം കടന്നുപോയി, ഇനി അവർക്കും തിരിച്ചു കിട്ടില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിന് മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നമ്മൾ ഒതുങ്ങിക്കൂടിയ ഒരു ജീവിതം അല്ലാതെ അപ്പൊ നമ്മളെ പറ്റി ആർക്കും ഒന്നും പറയാനുണ്ടാവില്ല. ഒരു നല്ല പേഴ്സണാലിറ്റിന്നോ അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടറൊന്നോ ഒന്നുമില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ സെൽഫിനെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുക. അപ്പം സെൽഫിഷ് ആവാനല്ല, നമുക്ക് മറ്റുള്ളവരെ എല്ലാ കാര്യം നമ്മൾ നോക്കുന്നുണ്ടോ? ഒരു അച്ഛനാണെങ്കിൽ കുടുംബത്തിലെ എല്ലാ കാര്യം നോക്കുന്നുണ്ടോ? ഒരു അമ്മയാണെങ്കിൽ കുടുംബത്തിലെ എല്ലാ കാര്യം നോക്കുന്നുണ്ടോ? ആ നോക്കുന്നതിന്റെ കൂടെ നിങ്ങൾക്കും കൂടെ നിങ്ങളുടെ ഇൻട്രസ്റ്റിനും കൂടെ കുറച്ച് സമയം കണ്ടെത്താം. അത് നിങ്ങളുടെ പേഴ്സണാലിറ്റി വളരെ നല്ലതാക്കുകയുള്ളൂ. ഞാൻ അത് ഗ്യാരണ്ടി പറയും. ആദ്യം കല്യാണം കഴിച്ച് വന്നപ്പോഴൊക്കെ മോളൊക്കെ ആയ സമയത്ത് ഇനി എന്റെ ലൈഫ് മോളെ ഇങ്ങനെ നോക്കാന്നുള്ളത് അങ്ങനെയാണെന്ന് അല്ല, അതല്ല. അതില് എനിക്ക് ഒരു ഭയങ്കര ബോറിംഗ് ആയി. കാരണം എന്താ വെച്ചാല് ഈ ലൈഫ് രാവിലെ എഴുന്നേക്ക് ഒരേ ലെവലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ വിചാരിക്കും ഇത് എത്ര വയസ്സ് വരെ ദൈവമേ ഇങ്ങനെ പോവാന്ന്. കാരണം നമ്മൾ തന്നെ മനസ്സിനുള്ളിൽ ഇടിയാൻ തുടങ്ങും. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, നമ്മളൊന്നും അല്ലാത്തൊരു സിറ്റുവേഷൻസ്, നമ്മളൊന്നും അല്ലാത്തൊരു തോന്നല്, ഒരു വല്ലാത്തൊരു അവസ്ഥ. അതൊക്കെ മാറ്റി എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഇഷ്ടമുള്ള ഹോബീസ് ഒക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി.
എനിക്ക് എനിക്കുണ്ട് ഒരു ലൈഫ്, എനിക്കുണ്ട് ഒരു ജീവിതം, അല്ലെങ്കിൽ ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായേ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അതും കൂടെ എന്റെ ലൈഫിലേക്ക് വന്നപ്പോഴാണ് ജിജന എന്ന പേഴ്സൺ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് കാണാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞാൻ എന്റെ ലൈഫിലേക്ക് നോക്കുമ്പോൾ ഞാൻ പലതും കാണാൻ തുടങ്ങിയത്. ഞാൻ എന്ന വ്യക്തി ഞാൻ എന്ന പേഴ്സണാലിറ്റി നമ്മളെല്ലാവരും 100% ഗുഡ് അല്ല കേട്ടോ. എന്നാൽ പോലും കുറച്ചൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റി എനിക്ക് കൊണ്ടുവരാൻ പറ്റിയെന്ന് തോന്നുന്നതിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളത് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാനും എന്നെ തന്നെ സ്നേഹിക്കാനും എൻ്റെ ഇൻട്രസ്റ്റിന് സമയം കൊടുത്തപ്പോഴാട്ടോ. ഞാൻ പഴയതുപോലെ വരയ്ക്കാൻ തുടങ്ങി. ഞാൻ എന്റെ ഇഷ്ടം പോലെ, എൻ്റെ ഒരു ഏറ്റവും വലിയ ഇഷ്ടമാണ് ഇതുപോലെ സംസാരിക്കുക എന്നുള്ളത്, അത് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഓരോ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കുക. കാരണം കുട്ടികളെ വെച്ചിട്ടും ഞാൻ ജ്വല്ലറി മേക്കിംഗ്, ഡ്രോയിങ് ക്ലാസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാൻ തുടങ്ങി. ഇതെന്റെ പേഴ്സണാലിറ്റിനെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. എൻ്റെ പേഴ്സണാലിറ്റിനെ ഒരുപാട് ഒരുപാട് ക്വാളിറ്റി ഉള്ളൊരു പേഴ്സൺ ആക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾക്ക് വേണ്ടിയിട്ടും സ്നേഹിക്കാൻ, നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. ഇനി ലാസ്റ്റ് ഇതൊക്കെയാട്ടോ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ പേഴ്സണലി ഞാൻ ചേഞ്ച് വരുത്താൻ ശ്രമിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. എൻ്റെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ഗുഡ് പേഴ്സൺ ആവുക അല്ലെങ്കിൽ ഗുഡ് പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യം. അല്ലാതെ അതിൻ്റെ ഒരിക്കലും ഓവർ ആവാനും പാടില്ല, അതിൽ വളരെ താഴെയായിട്ടും പോകാൻ പാടില്ല. എപ്പോഴും മിതമായി നിൽക്കണം. അത് നമ്മളോടും ഇപ്പം നമ്മളെ പറ്റി നാലാൾ പറയണം എന്നതിനേക്കാൾ ഉപരി നമുക്ക് നമ്മളോട് തന്നെ ഒരു കോൺഫിഡൻസോടുകൂടെ ഞാൻ എന്റെ വ്യക്തി എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരു പ്രൗഡ് തോന്നണമെങ്കിൽ നമുക്കൊരു നല്ല പേഴ്സണാലിറ്റി ഉണ്ടാവണം. അതേപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ, ഇന്ന് സമൂഹത്തെ നോക്കി കാണാത്ത ആൾക്കാർ ആരുമില്ല അല്ലെ. നമ്മളെല്ലാവരും ഒന്നിക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ എന്നും വേണ്ട നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്, നമ്മളെ റിലേറ്റീവ്സ് എല്ലാം കൂടെ അടങ്ങി വരുന്നത് തന്നെയാണ് സമൂഹം. അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മളെന്ന വ്യക്തിക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിലേക്ക് വരുത്തിയിട്ടുള്ള കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുള്ള കാര്യങ്ങളാട്ടോ ഇത് ഷെയർ ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.